ക്ഷീരപഥത്തിന്റെ രഹസ്യങ്ങൾ, താരങ്ങളുടെ രാസപരമായ പാറ്റേണുകൾ. പുതിയൊരു പഠനം ഇതിന്റെയെല്ലാം ചുരുളഴിക്കുന്നു. നമ്മുടെ ക്ഷീരപഥം പോലുള്ള ഗാലക്സികൾ എങ്ങനെ രൂപം കൊള്ളുന്നു, എങ്ങനെ പരിണമിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സൂചനകളാണ് പുതിയ പഠനത്തിലൂടെ ലഭിക്കുന്നത്. ഈ പഠനം ക്ഷീരപഥത്തിലെ ഒരു പ്രത്യേകതയെക്കുറിച്ച് സംസാരിക്കുന്നു: രാസപരമായ ദ്വന്ദ്വത അഥവാ കെമിക്കൽ ബിമോഡാലിറ്റി. ഇത് താരങ്ങളുടെ രാസഘടനയിലെ വ്യത്യാസത്തെയും അതുവഴി രണ്ട് തരം തിരിവുകളെയും സൂചിപ്പിക്കുന്നു. സൂര്യനോട് അടുത്തുള്ള താരങ്ങളെ ശാസ്ത്രജ്ഞർ പഠിക്കുമ്പോൾ ഇരുമ്പിന്റെയും Fe മഗ്നീഷ്യത്തിന്റെയും Mg അളവുകൾ അടിസ്ഥാനമാക്കി രണ്ട് പ്രധാന തരം കണ്ടെത്തുന്നു. ബാഴ്സലോണയിലെയും CNRSലെയും ഗവേഷകർ ഓറിഗ സിമുലേഷനുകൾ ഉപയോഗിച്ച് ക്ഷീരപഥം പോലുള്ള ഗാലക്സികളുടെ രൂപീകരണം പുനഃസൃഷ്ടിച്ചു. ഈ പുതിയ പഠനം യൂണിവേഴ്സിറ്റി ഓഫ് ബാഴ്സലോണയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്മോ സയൻസസ് C.N.R.S എന്നിവയുടെ നേതൃത്വത്തിലാണ് നടത്തിയത്. 30 സിമുലേറ്റഡ് ഗാലക്സികളെ വിശകലനം ചെയ്ത് ഈ രാസപരമായ ശ്രേണികൾ എങ്ങനെ രൂപപ്പെടുന്നു എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അവർ അന്വേഷിച്ചു. ക്ഷീരപഥം പോലുള്ള ഗാലക്സികളിൽ രണ്ട് വ്യതിരിക്ത രാസശ്രേണികൾ വിവിധ സംവിധാനങ്ങളിലൂടെ വികസിപ്പിക്കാൻ കഴിയും എന്ന് പഠനം വെളിപ്പെടുത്തുന്നു. ചില സന്ദർഭങ്ങളിൽ നക്ഷത്ര രൂപീകരണത്തിന്റെ ഇടവിട്ടുള്ള കാലയളവുകൾക്ക് ശേഷം ദ്വന്ദ്വത ഉണ്ടാകുന്നു. മറ്റുള്ളവയിൽ ഗാലക്സിയുടെ പരിസരത്തു നിന്നുള്ള വാതക പ്രവാഹങ്ങളിലെ മാറ്റങ്ങളാണ് ഇതിന് കാരണം. നേരത്തെയുള്ള പല ധാരണകളെയും തിരുത്തുന്നതാണ് ഈ പഠനത്തിലെ മറ്റു കണ്ടെത്തലുകൾ. മുമ്പ് കരുതിയിരുന്നതുപോലെ ഗായ സോസേജ് എൻസെലഡസ് അഥവാ GSCയുമായുള്ള കൂട്ടിയിടി ഈ രാസപരമായ പാറ്റേൺ ഉണ്ടാകാൻ അത്യാവശ്യമല്ല. ഗാലക്സിക്ക് ചുറ്റുമുള്ള സീജിയം വാതകങ്ങളാണ് രണ്ടാമത്തെ കൂട്ടം താരങ്ങൾ രൂപീകരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്നത്. ക്ഷീരപഥത്തിന്റെ രാസഘടന ഒരു സാർവത്രിക മാതൃകയല്ലെന്നും ഗാലക്സികൾക്ക് സമാനമായ ഫലങ്ങളിലെത്താൻ വ്യത്യസ്ത വഴികളുണ്ടെന്നും പഠനം പറയുന്നു. പുതിയ ദൂരദർശിനികളുടെ വരവോടെ ഈ കണ്ടെത്തലുകൾ കൂടുതൽ പരീക്ഷിക്കാനും നമ്മുടെ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ചിത്രം മെച്ചപ്പെടുത്താനും സാധിക്കും. ജെയിംസ് വെബ് സ്പേസ് ടെലിസ്കോപ്പ്, പ്ലേറ്റോ, ക്രോണോസ് പോലുള്ള പുതിയ ദൂരദർശിനികൾ താരങ്ങളെക്കുറിച്ചും ഗാലക്സികളെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ നൽകും. മറ്റ് ഗാലക്സികളിൽ രാസപരമായ ശ്രേണികളുടെ വൈവിധ്യം പഠിക്കാൻ ഈ പഠനം വഴി തുറക്കുന്നു. ഇത് 30 മീറ്റർ ദൂരദർശിനികളുടെ കാലഘട്ടത്തിൽ സാധാരണമാകും. ഈ കണ്ടെത്തലുകൾ നമ്മുടെ ക്ഷീരപഥത്തിന്റെ പരിണാമപരമായ പാത കൂടുതൽ മനസ്സിലാക്കാൻ സഹായിക്കുമെന്നതിൽ സംശയമില്ല. അടുത്ത വീഡിയോയിൽ കാണാം.